Then quantitative aptitude training course numbers 1.3, that is first chapter third video. നമ്മൾ ആദ്യത്തെ 2 വീഡിയോയിൽ നമ്മൾ നമ്പേഴ്സിൻ്റെ ഇൻട്രഡക്ഷനാണ് തന്നിരിക്കുന്നത്. ആദ്യത്തെ 2 വീഡിയോയിൽ നമ്പേഴ്സിൻ്റെ ഷോർട്ട് കട്ട് മെത്തേഡുകളെല്ലാം പറഞ്ഞു. ഇനി നമ്മൾ പ്രോബ്ലം ചെയ്യുവാണ്. ആ ടെക്സ്റ്റിലെ ഫസ്റ്റ് എക്സസൈസിലെ പ്രോബ്ലം നമ്മൾ കംപ്ലീറ്റ് പ്രോബ്ലം ചെയ്യുകയാണ്. അതിൽ ആദ്യത്തെ പ്രോബ്ലം മുതൽ നമ്മൾ ചെയ്തു കൊടുക്കുക, കംപ്ലീറ്റ് പ്രോബ്ലം ചെയ്യും. ഓക്കെ, നമുക്ക് വി ക്യാൻ സ്റ്റാർട്ട്. നെക്സ്റ്റ് നമ്മൾ എക്സസൈസാണ്, ടെക്സ്റ്റിലെ എക്സസൈസാണ് ചെയ്യുന്നത്. അപ്പം 7372 ഇൻറ്റു 7372 പ്ലസ് 7372 ഇൻറ്റു 628. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് നമ്മൾ ഒരെണ്ണം ടേക്കിംഗ് ഔട്ട് സൈഡ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അനുസരിച്ച്. അപ്പോൾ 7372 ദെൻ ബ്രാക്കറ്റ് എടുക്കുക, ഇതെഴുതുക, ഇത് 7372 പ്ലസ് 628 എടുക്കുക, 628, ദാറ്റ് ഈസ് 7372 ഇൻറ്റു ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 8000 ആണ് കിട്ടുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു, ആദ്യം ഇതിനെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? 5896 ആണ്. അത് കഴിഞ്ഞ് ഈ 3 സീറോസ് ആഡ് ചെയ്യുക. അപ്പോൾ ഇതാണ് ആൻസർ. ദാറ്റ് ഈസ് ആൻസർ ഈസ് കറക്റ്റ്. ഓക്കെ, ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാ 999 പ്ലസ് 8888 പ്ലസ് ഒരു 7 കൂടി ഇടുന്നുണ്ട് ഞാൻ, 7777. നിങ്ങൾ ടെക്സ്റ്റിനകത്ത് 3 7 ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ഒരു ക്വസ്റ്റ്യനിൽ ചെറിയ വ്യത്യാസം വരുത്തിയതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇത് 3 കൂടെ ഫസ്റ്റ് 3 ആഡ് ചെയ്തിട്ട് ഇത് റൈറ്റ്സ് കൊണ്ട് ഇതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുന്നത്. അതിന് എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ 26700 നിന്നും 9999 8888 7777 സബ്ട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ ഇതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുവാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഷോർട്ട് കട്ടിലാണ് ചെയ്യുന്നത്. അപ്പോൾ 7 പ്ലസ് 8 15, 15 പ്ലസ് 9 26. 26ൻ്റെ കൂട്ടത്തിൽ എത്ര ആഡ് ചെയ്താലാണ് 24. 7 പ്ലസ് 8 15, 15 പ്ലസ് 9 24. 24ൻ്റെ കൂട്ടത്തിൽ എത്ര ആഡ് ചെയ്താലാണ് 0 കിട്ടുക? 6 ആഡ് ചെയ്താൽ 30 കിട്ടും. 30ക്ക് 0, ഇവിടെ 3 റിമൈനിങ്. ആ 3 ആഡ് ചെയ്യുക. 7 പ്ലസ് 3, ഈ 3 ആഡ് ചെയ്യുക. 7 പ്ലസ് 3 10, 10 പ്ലസ് 8 18, 18 പ്ലസ് 9 ദാറ്റ് ഈസ് 27. 27ൻ്റെ കൂട്ടത്തിൽ എത്ര ആഡ് ചെയ്താൽ 0 കിട്ടും? 3 ആഡ് ചെയ്യണം. അപ്പോൾ 30 കിട്ടും. റിമൈനിങ് 3. ദിസ് 7 പ്ലസ് 3 10, 10 പ്ലസ് 8 18, 18 പ്ലസ് 9 27. അപ്പോൾ ആ 7 തന്നെയുണ്ട്. ദെൻ ഇവിടെ ഒന്നും എഴുതണ്ട, ആഡ് ചെയ്യണ്ട, ഇവിടെയൊന്നും ആഡ് ചെയ്യണ്ട, 0 ആണ്. ദെൻ 27, ദെൻ 2 റിമൈനിങ്. 7 പ്ലസ് 2 9, 9 പ്ലസ് 8 9 പ്ലസ് 8 17, 17 പ്ലസ് 9 26. അപ്പോൾ അതും കിട്ടി. അപ്പോൾ ആൻസർ 36. അതാണ് ആൻസർ ഈസ് 36. എ ഈസ് കറക്റ്റ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് 26700 നിന്ന് ഇത് 3 കൂടെ ആഡ് ചെയ്ത് കുറയ്ക്കാം. പക്ഷേ നമ്മൾ ഷോർട്ട് കട്ടിന് ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇതാണ്. ഇതിന് 111 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് കിട്ടും. ദാറ്റ് ഈസ് ഇത് നമ്മൾ എക്സ് ആയിട്ട് എടുക്കുക. ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു 66666. ഇത് ഡിവൈഡ് ബൈ 111. അതാണ്. അപ്പോൾ നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ 6 കിട്ടും. 6 ആണ് കിട്ടുക. ദെൻ ഈ 6നെ 111 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ 0. 66നെ 111 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ 0. ദെൻ 666നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 6 കിട്ടും. അപ്പോൾ ഇതാണ് ആൻസർ. ഇതാണ് 6000. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇവിടെ ഈ ഒരു 0 ഇല്ല. അപ്പോൾ ആ 0 ഇവിടെ 0 ആണ്, ഇവിടെ 0 ആണ് ഇടേണ്ടത്. ദാറ്റ് ഈസ് ആൻസർ
A is correct. 0. Okay. Then fourth question. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് 4 2 5 1 1 5നെ നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 3 1 4 9 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 3 1 4 9 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ആദ്യം ഒന്നെടുത്തു. 3 1 3 1 4 9 3 1 4 9 സബ്ട്രാക്ട് ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 10 0 0 2 കിട്ടും. ദെൻ 11 ദിസ് 11 ഇറക്കി എഴുതുക. ദെൻ 3 കിട്ടും. 3 ഇൻറ്റു ദിസ് ദാറ്റ് ഈസ് 9 4 4 7 സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താ ആൻസർ കിട്ടും? 5 7 4 5 7 4 5 that is 5 7 4 5 0. that is നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 135 ആണ്. 135 ആണ്. ഇതാണ് മിസ്സിങ്. ദാറ്റ് ഈസ് ആൻസർ എ. മിസ്സിങ് ഈസ് എ. ആൻസർ എ ഈസ് കറക്റ്റ്. മിസ്സിങ് ഈസ് 3. ദാറ്റ് ഈസ് ആൻസർ എ ഈസ് കറക്റ്റ്. നെക്സ്റ്റ് എക്സാമ്പിൾ 5. If the 2-digit of age of Mr. Manoj are reversed, then the new age so obtained is the age of his wife. അപ്പം ഇതാണ് ഇപ്പം മനോജിൻ്റെ വയസ്സ് XY ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ മനോജിൻ്റെ വൈഫിൻ്റെ ഏജ് YX ആയിരിക്കും. അപ്പോൾ XY ആണ് ഏജ് എന്നെങ്കിൽ XYന് നമ്മൾ എഴുതുക എങ്ങനെയാണ്? 10x + y എന്നാണ് ഏജ്. ഇത് 10ൻ്റെ പ്ലേസാണ്. അപ്പോൾ 10x + y ഇത് അതാണ്. റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ വൈഫിൻ്റെ വയസ്സ് കിട്ടും. അപ്പോൾ വൈഫിൻ്റെ ഇതാണ് 10y + x ആണ് വൈഫിൻ്റെ വയസ്സ്. എന്നിട്ട് എന്താണ്? 1/11 ഓഫ് സം ഓഫ് ദെയർ ഏജ് ഈസ് ഈക്വൽ ടു ഡിഫറൻസ് ബിറ്റ്വീൻ ദെയർ ഏജ്. ഇവരുടെ സമ്മ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 10x + y ഇതാണിത് പ്ലസ് 10y + x. അതാണ് സം ഓഫ് ദെയർ ഏജ്. അതിൻ്റെ 1/11 ഈസ് ഇൻറ്റു 1/11. അതിൻ്റെ 1/11 എന്തായിരിക്കും? സം ഓഫ് ദെയർ ഏജ് ഈസ് ഈക്വൽ ടു ഡിഫറൻസ് ബിറ്റ്വീൻ ദെയർ ഏജ്. ഡിഫറൻസ് ബിറ്റ്വീൻ ദെയർ ഏജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫറൻസ് ബിറ്റ്വീൻ ദെയർ ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനോജിൻ്റെ വയസ്സ് 10x + y-യിൽ നിന്നും ഇതാണ് മനോജിൻ്റെ വയസ്സ്. അതിൽ നിന്ന് മനോജിൻ്റെ വൈഫിൻ്റെ വയസ്സ് കുറയ്ക്കുക. 10y - x അതാണ് മനോജിൻ്റെ വയസ്സ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 10x + x എത്രയാണ്? 11xനെ 11 കൊണ്ട് x. 10y + y എത്ര? 11yനെ 11 കൊണ്ട് y. ദാറ്റ് ഈസ് ഈക്വൽ ടു 10x - x. അപ്പോൾ എത്ര കിട്ടും? 9x. ദെൻ +y - 9y ദാറ്റ് ഈസ് 9y. ഇതാണ്. അപ്പോൾ 10y ഈ y ഇപ്പുറം കൊണ്ടുപോയി 10y ഈക്വൽ ടു 10y ഈക്വൽ ടു ഈ x അപ്പുറം പോകുമ്പോൾ 8x. അതാണ്. ദാറ്റ് ഈസ് x/y. 10y ഈക്വൽ ടു 8x ആണെങ്കിൽ x ഡിവൈഡ് ബൈ y എത്രയായിരിക്കും? x ഡിവൈഡ് ബൈ y 5/4 ആണ്. അതാണ് x ഡിവൈഡ് ബൈ x ഈക്വൽ ടു 5 എന്ന് എടുക്കാം, y ഈക്വൽ ടു 4 എന്ന് എടുക്കാം. അപ്പം മനോജിൻ്റെ ഏജ് എത്രയായിരിക്കും? 54. മനോജിൻ്റെ ഏജ് XY ആണ്. XY എന്ന് പറഞ്ഞാൽ 54 ആണ് മനോജിൻ്റെ വയസ്സ്. 5 × 10 + 4. വൈഫിൻ്റെ വയസ്സോ? വൈഫിൻ്റെ വയസ്സ് 45. YX ആണ് വൈഫിൻ്റെ വയസ്സ്. 45 ആണ്. ഇത് തിരിച്ചിട്ടാൽ 45 ആണ് വൈഫിൻ്റെ വയസ്സ്. 45 ആണ് വൈഫിൻ്റെ വയസ്സ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഡിഫറൻസ് എത്രയായിരിക്കും? സബ്ട്രാക്ട് ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 54 - 45 ദാറ്റ് ഈസ് ഈക്വൽ ടു 9. The answer is D. 9 years. Answer is D. Okay.
If in a long division sum, the dividend is 380606. Dividend ഇതാണ് 380606. അതിനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്. And the successive remainders from the first to the last are 434. ആദ്യത്തെ ഇത് 434 ആണ്. സക്സസീവ് റിമൈൻഡർ 434. അപ്പോൾ നമ്മൾ ഈ 0 എഴുതി. എന്നിട്ട് ഇവിടെ കിട്ടുന്നത് സെക്കൻഡ് റിമൈൻഡർ 125 ആണ്. 125. ഈ 6 താഴേക്ക് ഇറക്കി. ഇനി കിട്ടുന്നത് 413 ആണ്. 413 ലാസ്റ്റ് റിമൈൻഡർ 413 ആണ്. 413. അപ്പോൾ ഇവിടെ വരുന്ന ഈ നമ്പർ ഇതാ, ഇവിടെ വരുന്ന ഈ നമ്പർ ഇതാ, ഇവിടെ ഓക്കെ, ഇവിടെ വരുന്ന ഈ നമ്പർ ഇതാണ്. നമ്മൾ അത് ഏതാണെന്ന് നമുക്ക് നോക്കാം. ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ 413 ആയിട്ടുണ്ട്. അപ്പോൾ 1256 നിന്ന് 413 സബ്ട്രാക്ട് ചെയ്യുക. 413 സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 843 കിട്ടും. 843. അപ്പം ഇവിടെ എഴുതുന്ന 843 അതിൻ്റെ മൾട്ടിപ്പിളോ ആയിരിക്കും. അപ്പോൾ പക്ഷേ അത് 1256 താഴെയായിരിക്കും. അപ്പോൾ ഏതാ? 843 ആണ് ഇവിടെ. അപ്പോൾ 843 ആണ് അവിടെ എഴുതുക. അപ്പോൾ 843 എഴുതണമെങ്കിൽ ഇതാണ്, ഇവിടെയാണ് 84. അപ്പോൾ അതിന് ഇവിടെ ഇത് എഴുതുന്നത്, ഇവിടെ എഴുതിയതിന് ഈ ഡിവൈസറിന് കോഷി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ഈ 843 കിട്ടുക. അപ്പം ഇതാ 843 ആണ്. 843 ആണിത്. എന്നാലേ ഇവിടെ 843 വരും, ഇവിടെ 843 വരും, 843 ഇവിടെ വരും. അപ്പോൾ 413 കിട്ടും. 413. അപ്പോൾ ഇവിടെ 1 ആണ്. കോഷ്യൻ്റെ സ്ഥാനത്ത് ഇവിടെ 1 ആണ് വരിക. അത് നിങ്ങൾ ചെയ്ത് നോക്കണം. അതാണ്. അപ്പോൾ ഇതാണ് ഏറ്റവും അവസാനത്തെ റിമൈൻഡർ 413 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ നമ്മൾ 84. ദാറ്റ് ഈസ് ആൻസർ ഈസ് ബി. 843. ആൻസർ ഈസ് ബി. കറക്റ്റ് ആൻസർ ഈസ് ബി. ഓക്കെ. ദെൻ 7th question. If x by y equal to 3/4, then the value of 6/7 plus y 4 ആണ്. x by y equal to 3, y equal to 4 നമുക്ക് എടുക്കാം. x equal to 3, y equal to 4 എന്ന് എടുക്കാം. അപ്പം y minus x എന്ന് പറഞ്ഞാൽ എന്താ? 4 minus 3 divided by 4 plus 3. That is equal to 6/7 plus 1/7. That is equal to 7/7. That is equal to 1. The answer is C. Okay. Then the largest out of smallest natural number by which the product of 3 consecutive even natural numbers is always divisible is. 3 consecutive even natural number ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് 3 കോൺസിക്യൂട്ടീവ് ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ലെറ്റ് 2n ഒരു ഈവൻ നാച്ചുറൽ നമ്പർ. അടുത്ത ഈവൻ നാച്ചുറൽ നമ്പർ 2n plus 2. അടുത്ത ഈവൻ നാച്ചുറൽ നമ്പർ 2n plus 4 ആണ്. അപ്പോൾ 2n ഇതിൻ്റെ അകത്ത് 2 പുറത്തെടുത്തു കഴിഞ്ഞാൽ 2 പുറത്തെടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ടാവും? n plus 1. ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് 2 പുറത്തെടുക്കാം. 2 പുറത്തെടുത്തു കഴിഞ്ഞാൽ n plus 2. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ? 2 into 2 into 2. 2 cube into n into n plus 1 into n plus 2. n into n plus n into n plus 1 into n plus 2. നമുക്ക് n-ന് 1 പുട്ട് n equal to 1 കൊടുക്കാം. അപ്പോൾ 2 cube into 1 into 2 into 3. That is equal to 48. അപ്പോൾ ഏറ്റവും ചെറിയ, അപ്പോൾ 48നെയാണ് സ്മോളസ്റ്റ് നമ്പർ. ഈ 48നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 48 എടുക്കുകയാണെങ്കിൽ 48 എന്ന് പറയുന്ന നമ്പറിനെ നമുക്ക് എന്ത് ചെയ്യാം? 3 കോൺസിക്യൂട്ടീവ് ഈവൺ ഇൻഡിജേഴ്സിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അത് ഏതൊക്കെയാണ്? 2, 4, 6. അതാണ്
2 കോൺസിക്യൂട്ടീവ് ഈവൺ ഇൻറ്റീജേഴ്സിനോട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സ്മോളസ്റ്റ് ഇൻറ്റീജർ ഏതാ? 48 ആണ്. ദാറ്റ് ഈസ് ആൻസർ ഈസ് സി. ഓക്കെ. ദെൻ 9th ക്വസ്റ്റ്യൻ, വിച്ച് ഷുഡ് ബി റീപ്ലേസ്. ഈ സ്റ്റാർ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ സ്റ്റാർ നമുക്ക് കണ്ടുപിടിക്കണം. സ്റ്റാർ നമ്മൾ ഓക്കെ അതിന് എക്സ് എന്ന് കൊടുക്കാം. അപ്പം എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ, എക്സ് ഇൻറ്റു എക്സ് ഈക്വൽ ടു 189 ഇൻറ്റു 21. ദാറ്റ് ഈസ് ഈക്വൽ ടു 189 എന്നുള്ളത് നമ്മൾ 21 ഇൻറ്റു 21 ഇൻറ്റു 21 ഇൻറ്റു 3 ഇൻറ്റു 3 എന്ന് എഴുതാം. അതാണ്. അങ്ങനെ നമുക്ക് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ 21 നമ്മൾ എഴുതി 21ന് നമുക്ക് 189 നമ്മൾ 21 ഇൻറ്റു 3 ഇൻറ്റു 3 എന്നാണ് എഴുതിയത്. ദാറ്റ് ഈസ് 21 സ്ക്വയർ ഇൻറ്റു 3 സ്ക്വയർ. എക്സ് സ്ക്വയർ ഈക്വൽ ടു 21 സ്ക്വയർ ഇൻറ്റു 3 സ്ക്വയർ. അപ്പോൾ എക്സ് എന്തായിരിക്കും? 21 ഇൻറ്റു 3, ദാറ്റ് ഈസ് 63. ആൻസർ ബി ഈസ് കറക്റ്റ്. ഓക്കെ. എക്സാമ്പിൾ 10. In division sum, the divisor is 12 times the quotient and 5 times the remainder. If the remainder is 48, then the divisor is Q quotient ആണെന്ന് വിചാരിക്കുക, 6 റിമൈൻഡർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് 12 times the quotient, 12 times the quotient പ്ലസ് quotient എന്ന് പറഞ്ഞാൽ 5 times the remainder എന്നാണ്. 5R 6 നമുക്ക് 48 തന്നിട്ടുണ്ട്. R ഈക്വൽ ടു 48 തന്നിട്ടുണ്ട്. അപ്പോൾ 12Q ഈക്വൽ ടു 5 ഇൻറ്റു 48, ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു 48. അപ്പോൾ Q ഈക്വൽ ടു 5 ഇൻറ്റു 48 ഡിവൈഡ് ബൈ 12, ദാറ്റ് ഈസ് ഈക്വൽ ടു 20. അതാണ് കോഷ്യൻ്റ്. അങ്ങനെയാണ് ഡിവൈസർ എന്തായിരിക്കും? ഡിവൈസർ എന്ന് പറഞ്ഞാൽ 12 ടൈംസ് കോഷ്യൻ്റ് എന്നാണ്. ഡിവൈസർ ഡി ഈക്വൽ ടു ഡി, ഡിവൈസർ ഈക്വൽ ടു 12Q ആണ്. 12 ഇൻറ്റു Q ഈക്വൽ ടു എത്രയാണ്? 20, ദാറ്റ് ഈസ് 240. ഡിവൈസർ 240 ആണ്. നമുക്ക് കാണേണ്ട ഡിവിഡൻ്റ് ആണ്. ഡിവിഡൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിവിഡൻ്റ് ഈക്വൽ ടു ഡിവൈസർ 240 ആണ്. ഡിവൈസർ ഇൻറ്റു കോഷ്യൻ്റ് എത്രയായിട്ട് കിട്ടിയത്? 20 പ്ലസ് റിമൈൻഡർ എത്രയാണ് കിട്ടിയത്? റിമൈൻഡർ നമുക്ക് കിട്ടി 48 തന്നിട്ടുണ്ട്. 48. ദാറ്റ് ഈസ് ഡിവിഡൻഡ് ഈക്വൽ ടു 24, ദാറ്റ് ഈസ് 4800 പ്ലസ് 48, ദാറ്റ് ഈസ് ഈക്വൽ ടു 48. അതാണ് ഡിവിഡൻറ്റ്. ദാറ്റ് ഈസ് ആൻസർ ഈസ് ഡി ആണ് ആൻസർ. ഓക്കെ. ദെൻ എക്സാമ്പിൾ 11. വാട്ട് ലീസ്റ്റ് നമ്പർ മസ്റ്റ് ബി സബ്ട്രാക്റ്റഡ് ഫ്രം 1 to 94 so that the remainder when divided by 9, 11, 13 will leave the in each case same remainder 6. അപ്പോൾ ഒരു നമ്പറിനെ 9, 11, 13 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഒരേ റിമൈൻഡർ ആണ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ആ നമ്പർ എത്രയാണെന്ന്, നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? നമ്പർ ഈക്വൽ ടു നമ്മളെന്താ LCM ഓഫ് 9, 11, 13 പ്ലസ് റിമൈൻഡർ 6 ആണ്. 6 ഇതാണ് നമ്പർ. നമ്മളത് നേരത്തെ അത് പഠിച്ചിട്ടുണ്ട്. 9 കൊണ്ടും 11 കൊണ്ടും 13 കൊണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരേ നമ്പറാണ് റിമൈൻഡർ വരുന്നതെങ്കിൽ, 6 ആണ് റിമൈൻഡർ വരുന്നതെങ്കിൽ നമ്പർ ഇതാണ്. ദാറ്റ് ഈസ് ഇതൊക്കെ റിലേറ്റീവ്ലി പ്രൈമാണ്. അതുകൊണ്ട് ഇത് 3 കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്താൽ അപ്പം LCM 9, 11, 13 എന്ന് പറയുന്നത് 9 ഇൻറ്റു 13, 11 ഇൻറ്റു 13 പ്ലസ് 6 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു, അത് സം പ്ലസ് 6 ഈക്വൽ ടു
മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1 ഓക്കെ 12876 ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ലീസ്റ്റ് ഇത് നമ്പർ ഇതിന്ന് ഏത് നമ്പർ കുറച്ചാലാണ് 1293 കിട്ടുക എന്നുള്ളതാണ്. അപ്പം നമ്പർ കുറയ്ക്കേണ്ട ഏത് നമ്പർ 1 ആണ് കുറയ്ക്കേണ്ടത്. ഈ നമ്പർ കിട്ടാനായിട്ട് 1294 വാട്ട് ലീസ്റ്റ് നമ്പർ മസ്റ്റ് ബി സബ്ട്രാക്റ്റഡ് ഫ്രം, ഈ നമ്പറിൽ നിന്ന് ഏത് നമ്പർ കുറച്ചാൽ റിമൈൻഡർ അതിന് 9, 11, 13 ലീസ് ദ സെയിം റിമൈൻഡർ 6. അപ്പോൾ നമ്പർ ഈ 1293 9 കൊണ്ടും 11 കൊണ്ടും 9 കൊണ്ടും 11 കൊണ്ടും 13 കൊണ്ടും ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ റിമൈൻഡർ 6 ആയിരിക്കും. 1293 9 കൊണ്ടും 11 കൊണ്ടും 13 കൊണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 6 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 1294 നിന്ന് ഏത് നമ്പർ സബ്ട്രാക്ട് ചെയ്താൽ 1293 കിട്ടുന്നതാണ്. അപ്പം 1 ആണ്. ആൻസർ ഈസ് ബി. ആൻസർ ബി ആണ്. ബി. ഓക്കെ. Then 12th question. 24 divided into 2 parts such that 24 രണ്ട് പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. 24 ഒരു പാർട്സ് എക്സും ഒരു പാർട്ട് ഇതിന് ഓൾ ടുഗദർ ലെങ്ത് 24 ആണ്. 24 മൈനസ് എക്സും ആണ്. ഡിവൈഡ് ഇൻ 2 പാർട്സ് 7 ടൈംസ് ദ ഫസ്റ്റ് പാർട്ട് എന്ന് വെച്ചാൽ 7x ഫസ്റ്റ് പാർട്ട് പ്ലസ് 5 ടൈംസ് സെക്കൻഡ് പാർട്ട്. സെക്കൻഡ് പാർട്ടിനെ 5 ടൈംസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5 into 24 minus x 24 minus x ഇതാണ് 7x plus 5 into 24 minus x equal to 14. 146 ആണ് തന്നിട്ടുണ്ട്. 146 അത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് x equal to 13 കിട്ടും. അപ്പം ഈ 24 ആയിട്ടുള്ള ഈ നമ്പറിനെ രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഒന്ന് എക്സും ഒന്ന് 24 മൈനസ് എക്സും തന്നിട്ടുണ്ട്. 7x പ്ലസ് 5 into 24 minus x equal to 146 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണ് എക്സ് ആണ് കണ്ടുപിടിക്കുന്നത്. എക്സ് 13 ആണ്. ആൻസർ ഈസ് ബി. ഓക്കെ. ദെൻ 13th question. 13th question എന്താ 1/4 of a number subtracted 1/3 of the same number gives 12. അപ്പം നമ്പർ എക്സ് ആണെന്ന് വിചാരിക്കുക. നമ്പർ എക്സ് ആണെങ്കിൽ 1/4 ഓഫ് സബ്ട്രാക്ട് 13x 13xൽ നിന്നും 14x കുറച്ചാൽ 14x സബ്ട്രാക്ട് ചെയ്താൽ കിട്ടുന്ന ആൻസർ 12 ആണെന്നാണ് പറഞ്ഞത്. 12 കിട്ടും. അങ്ങനെയാണെങ്കിൽ എക്സ് എന്തായിരിക്കും? ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് LCM 12 4 minus 3x that is equal to 1/12 x equal to 1/12 x equal to 12. That is x equal to 144. X equal to 144 ആണ്. എക്സിൻ്റെ വാല്യൂ ഇത് നമ്പറാണ് ചോദിച്ചിരിക്കുന്നത്. x equal to 144. The answer is A. Then 4/3 of a certain number is 64. certain number x ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മളോട് 4/5 of a certain number is എത്രയാണ്? 64. അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സ് എത്രയായിരിക്കും? എക്സ് ഈക്വൽ ടു ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു 80. നമ്മുടെ ഹാഫ് ഓഫ് ദ നമ്പർ ആണ്. ഹാഫ് ഓഫ് നമ്പർ എക്സിന്റെ ഹാഫ് എത്രയാ? 40. ദ ആൻസർ ഈസ് ബി. വളരെ സിമ്പിളാണ്. ദെൻ എ ഫ്രാക്ഷൻ ബിക്കം 4 when 1 is added to both numerator and denominator. അപ്പോൾ നമ്മൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് x by y ആണെന്ന് വിചാരിക്കുക. x by y ആണ് ഫ്രാക്ഷൻ എന്ന് വിചാരിക്കുക. 1 ന്യൂമറേറ്ററും ഡിനോമിനേറ്ററിലും ആഡ് ചെയ്യുമ്പോൾ x plus 1 ഡിവൈഡ് ബൈ ഡിനോമിനേറ്ററും 1 ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 4. അപ്പോൾ എന്താ കിട്ടുക? ഇത് സിംപ്ലി x plus 1 ഡിവൈഡ് ബൈ y plus 1 equal to 4. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്തായിരിക്കും? x മൈനസ് 4y equal to 3 എന്ന് കിട്ടും. 4y equal to 3. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ഇനി and it becomes 7 when 1 is subtracted from numerator and denominator. ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും 1 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ
എക്സ് മൈനസ് 1 ഡിവൈഡ് ബൈ വൈ മൈനസ് 1 നമുക്ക് എന്ത് കിട്ടും? 7 ആണ് കിട്ടുക. അങ്ങനെയാണെങ്കിൽ എന്ത് കിട്ടും? ഇതിൻ്റെ അകത്ത് എന്ത് കിട്ടും? ഇതിൻ്റെ അകത്ത് നമുക്ക് 7 എക്സ് മൈനസ് 7y ഈക്വൽ ടു -6 എന്ന് കിട്ടും. -6 എന്ന് കിട്ടും. ഇത് ഇക്വേഷൻ നമ്പർ 2. ഇത് ഇക്വേഷൻ നമ്പർ 1. ഇതാണ് ഇക്വേഷൻ നമ്പർ 1. ഇത് ഇക്വേഷൻ നമ്പർ 2. അത് രണ്ടും കൂടെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് ഈക്വൽ ടു 15, y ഈക്വൽ ടു 3 എന്ന് കിട്ടും. Then നമുക്ക് എന്താ കാണേണ്ടത്? The numerator of the given fraction 15 ആണ്. Answer is D. D ആണ് ആൻസർ. Okay. 16. 3 numbers are in the ratio 3:4:5. That is, the numbers are 3x, 4x, 5x. The sum of the largest and the smallest equal to, largest എന്ന് പറഞ്ഞാൽ 5x plus smallest എന്ന് പറഞ്ഞാൽ 3x is equal to the sum of the second എന്ന് പറഞ്ഞാൽ 4x and 52. 4x plus 52 ആണ്. Then the smallest number is, അങ്ങനെയാണെങ്കിൽ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് ഈക്വൽ ടു 13 എന്ന് കിട്ടും. എക്സ് ഈക്വൽ ടു 13. അങ്ങനെയാണ് സ്മോളസ്റ്റ് നമ്പർ എന്തായിരിക്കും? സ്മോളസ്റ്റ് നമ്പർ 3 into x ആയിരിക്കും. 3 into 13, that is equal to 39. Answer is C. Okay. The next, the sum of 3 numbers is 68. Sum of the 3 numbers is 68. The ratio between the first and the second is 2:3. നമ്മൾക്ക് നമ്പേഴ്സ് ഇൻ ദ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് 2:3 എന്നാണ്. അപ്പോൾ ഫസ്റ്റ് നമ്പർ എയും സെക്കൻഡ് നമ്പർ ബിയും ആണെങ്കിൽ A/B ഈക്വൽ ടു 2/3 ആണ്. And the ratio between the first and the second is 2:3, and that between second and third is 5/3 ആണ്. സെക്കൻഡും തേർഡും, സെക്കൻഡ് ബിയും തേർഡ് സിയും ആണെങ്കിൽ B/C ഈക്വൽ ടു 5/3 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതാണ് കണ്ടുപിടിക്കുന്നത്. ദെൻ ദ സെക്കൻഡ് നമ്പർ A/B ഈക്വൽ ടു 2/3 ആണെങ്കിൽ നമുക്ക് എന്താണ് ഇതിന് ബിയുടെ രണ്ടും നമ്പർ ഈക്വൽ ആക്കണം. അപ്പം ഫസ്റ്റിനെ ഈ 3യെ നമ്മൾ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം A/B ഈക്വൽ ടു 2 into 5. 2 into 5 ഡിവൈഡ് ബൈ 3 into 5 എന്നാക്കണം. അപ്പോൾ എത്രയായിരിക്കും? 10/15. ഈ B/Cനെ ഇതിനെ നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ B/C ഈക്വൽ ടു 5 into 3 ഡിവൈഡ് ബൈ 3 into 3. ദാറ്റ് ഈസ് 15 ഡിവൈഡ് ബൈ 19. കണ്ടോ? ഇവിടെ നമ്മൾ ഈ 15ഉം ഈ 15ഉം ഒന്നായി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? അതാണ് A/B/C എത്രയായിരിക്കും? A/B/C ഈക്വൽ ടു 10:10 2 15 ഒന്നാണ്. 15:9 അതാണ്. A/B/C ഈസ് ഈക്വൽ ടു 10:15:9. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന എന്താ? ഇത് നമ്പർ നമുക്ക് ഇത് സോൾവ് ചെയ്യാം. അപ്പം ഇതിൻ്റെ എല്ലാം കൂടെ സമ്മ് എത്രയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? സമ്മ് 68 ആണ്. അങ്ങനെയാണ് ലെറ്റ് ദ മൂന്ന് നമ്പർ ഫസ്റ്റ് നമ്പർ സെക്കൻഡ് നമ്പറും 2:3 എന്ന അനുപാതത്തിലും സെക്കൻഡ് തേർഡും 5:3 എന്ന അനുപാതത്തിലുമാണ്. അങ്ങനെയാണെങ്കിൽ ഇത് ലെറ്റ് ദ നമ്പേഴ്സ് ബി 10x, ഇതാണ് 10x 15x 9x എന്ന ഇതിലാണ്. 10x 10:15:9 എന്ന റേഷ്യോയിലാണെങ്കിൽ 10x 15x 9x ആണ്. അതിൻ്റെ സമ്മ എത്രയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 10x പ്ലസ് 15x പ്ലസ് 9x ഈക്വൽ ടു എത്ര നമുക്ക് തന്നിട്ടുണ്ട്? 68 തന്നിട്ടുണ്ട്. 68 ആണ്. അങ്ങനെയാണ് ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു ഈ ഇക്വേഷൻ എക്സ് ഈക്വൽ ടു 2 എന്നാണ് കിട്ടുക. എക്സ് ഈക്വൽ ടു 2. അങ്ങനെയാണ് സെക്കൻഡ് നമ്പർ എന്തായിരിക്കും? സെക്കൻഡ് നമ്പർ 15x ആണ്. 15 into 2 ആണ്. എക്സ് ഈക്വൽ ടു 15 into 2, ദാറ്റ് ഈസ് 30.
കറക്റ്റ് ആൻസർ ഈസ് എ. അതാണ്. അപ്പോൾ നമ്മൾ 2:3 അപ്പോൾ A/B = 2/3 എന്ന് എടുക്കണം. അടുത്തത് 5:3 എന്നാണ്. അപ്പോൾ B/C = 5/3 എന്ന് എടുക്കണം. എന്നിട്ട് നമ്മൾ A/B/C കണ്ടുപിടിക്കണം. അത് 10:15:9 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്പേഴ്സ് എന്തായിരിക്കും? 10x 15x 9x അതായിരിക്കും ആ നമ്പേഴ്സുകൾ. എക്സ് കൊണ്ട് നമ്മൾ 10:5 15:9 ആണെങ്കിൽ നമ്പേഴ്സ് 10x 15x 9x ആയിരിക്കും. അപ്പോൾ എക്സ് കണ്ടുപിടിക്കുക. x = 2. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് നമ്പർ 15x and 30. ഓക്കെ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 18. If 1 is added to denominator a fraction, the fraction become 1/2. അപ്പോൾ നമ്മുടെ ഈ ഫ്രാക്ഷൻ x/y ആണെന്ന് വിചാരിക്കുക. അങ്ങനെ 1 ഡിനോമിനേറ്ററിൽ നിന്ന് 1 ആഡ് ചെയ്യുവാണെങ്കിൽ x/y+1 1 ആഡ് ചെയ്താൽ ആൻസർ ഹാഫ് ആകും. തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ഇംപ്ലൈസ് 2x - y = 2x - y = 1 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1. അടുത്തത് എന്താ? ഈ 1 ഈസ് ആഡഡ് ടു ദ ന്യൂമറേറ്റർ. 1 ന്യൂമറേറ്ററോട് ആഡ് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് x+1 / y. ആൻസർ എന്തായിരിക്കും? 1 ആയിരിക്കും. എന്നാണ് കിട്ടുക. ഫ്രാക്ഷൻ ബിക്കം 1 ആണ്. അതിനകത്ത് നമുക്ക് എന്ത് കിട്ടും? x - y = x - y = -1 എന്ന് കിട്ടും. -1 എന്ന് കിട്ടും. x - y = -1. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ നമ്പർ 1ഉം 2ഉം കൂടെ സോൾവ് ചെയ്യുക. അപ്പോൾ x = 2 y = 3 എന്ന് കിട്ടും. നമുക്കെന്താണ്? ഇത് ഫ്രാക്ഷൻ എന്തായിരിക്കും? ഫ്രാക്ഷൻ 2/3 ആണ്. ദ ഫ്രാക്ഷൻ x 2/3. ഫ്രാക്ഷൻ ഈസ് 2/3. ദാറ്റ് ഈസ് ആൻസർ ഈസ് 2/3. ദാറ്റ് ഈസ് ആൻസർ ഈസ് C. ഓക്കെ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 19. 4/5 of a number exceeds 2/3/8 ആണ്. അപ്പം ലെറ്റ് ദ നമ്പർ ബി എക്സ് ആണെന്ന് വിചാരിക്കുക. ലെറ്റ് ദ നമ്പർ ബി എക്സ്. അങ്ങനെയാണെങ്കിൽ 4/5 ഓഫ് എ നമ്പർ എക്സീഡ്സ് 4/5 എക്സീഡ്സ് 2/3. അപ്പോൾ എക്സീഡ് ആകുമ്പോൾ 2/3 എക്സ്. എക്സീഡ് എത്രയാ? 8. 4/5 2/3 എക്സിനേക്കാൾ 8 അധികമാണെന്നാണ്. അപ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? x = ഇതാണ് ഈ ഇക്വേഷൻ. അപ്പം LCM എടുക്കുക. LCM 15 എടുക്കുക. ന്യൂമറേറ്ററിൽ 12x - 10x = 8 implies x = 60. Yes, correct answer is B. Then question number 20. What is sum of all prime numbers from 60 to 80? 60 മുതൽ 80 വരെയുള്ള പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാ? 61 ഒരു പ്രൈമാണ്. അതിൻ്റെ സമ്മാണ് കണ്ടത്. 67 ഒരു പ്രൈമാണ്. ദെൻ 71 ഒരു പ്രൈമാണ്. 73 ഒരു പ്രൈമാണ്. ദെൻ 79 ഒരു പ്രൈമാണ്. ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 351 കിട്ടും. ദാറ്റ് ഈസ് ആൻസർ ഈസ് C.